നമ്മൾ ഓടിപ്പോയാലും ഡ്രോണ് പിന്നാലെ വരും, പിന്നാലെ വന്ന് നമ്മുടെ സൈഡിലേക്ക് ഇടുക, അതല്ലെങ്കിൽ ഷെല്ല് വന്ന് താഴ്ത്ത് വീഴുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു ഉണ്ടായിരുന്നത്. ധൈര്യത്തോടു കൂടി ഒന്ന് പുറത്തേക്ക് പോലും അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഈ പോണ വഴിയിൽ ഒരു കിടക്കണ കണ്ടിട്ട് എനിക്ക് സംശയം തോന്നിയിട്ട് മറിച്ചിട്ട് നോക്കിയതായിരുന്നു. അപ്പോഴായിരുന്നു മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത്. രാവിലെ നമ്മളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകും, അതുപോലെ വൈകിട്ട് തിരിച്ചെത്തിക്കും. അങ്ങനെയായിരുന്നു എല്ലാ ദിവസവും ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ദിവസം അതുപോലെ നമ്മളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയി, പക്ഷേ തിരിച്ചവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ വന്നിട്ട് പൊട്ടിയിട്ട് എന്തോ വയറ്റിൽ വന്ന് അടിക്കുകയായിരുന്നു ചെയ്തു. അതിൻ്റെ പെയിനിൽ ഞാൻ കുനിഞ്ഞു പോയെങ്കിലും എന്തൊട്ട് അടിച്ചു വന്ന് തട്ടിയത്, ആ സ്പീഡിലേക്ക് തട്ടിയത് കാണാനൊന്നും പറ്റിയില്ല. ബ്രദർ മരിച്ചു എന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്തെങ്കിലും അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മരിച്ചു കഴിഞ്ഞല്ലോ. അപ്പം എൻ്റെ ഒപ്പം വന്നൊരാളിനെ കണ്ടിട്ടാണ്, ആൾക്ക് മുഖത്തായിരുന്നു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. മുഖം ഇങ്ങനെ പൊളിഞ്ഞു പോയിക്കായിരുന്നു. അപ്പോൾ പുള്ളി നടന്ന് തിരികെ പോകണ കണ്ടപ്പോഴായിരുന്നു ഞാനും ബാക്കോട്ട് തന്നെ പോവാം, ഇവിടെ കടന്നാൽ ശരിയാവില്ല, ആരും രക്ഷിക്കാൻ വരില്ല എന്ന് എനിക്ക് തോന്നി. ഇവിടെ എത്തിയപ്പോൾ അതിനേക്കാളും വലിയൊരു വിഷമമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പോയത് 2 ആളായിട്ടായിരുന്നു. ആ കുട്ടിയുടെ മുഖം കാണാൻ പോലും ആ ചേട്ടനൊന്നും പറ്റിയില്ല. അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പുള്ളിയുടെ, അതിന് പറ്റിയില്ല. കേരളത്തിൽ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു തൊഴിൽ തട്ടിപ്പായിരുന്നു തൃശ്ശൂർ കുറാഞ്ചേരി സ്വദേശി ജെയിനും അദ്ദേഹത്തിൻ്റെ ബന്ധുവും കൂടിയുള്ളത്. ഇപ്പോൾ ജെയിൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം റഷ്യയിലായിരുന്നു അകപ്പെട്ടത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ തുറന്നു പറയുകയാണ്. ജെയിൻ നമസ്കാരം. പോളണ്ടിലേക്കെന്ന് പറഞ്ഞാണ് ജെയിനെ കൊണ്ടുപോയത്, പക്ഷേ എത്തിപ്പെട്ടത് റഷ്യയിലേക്കും. അപ്പോൾ എന്നാണ് ജെയിൻ ഇവിടുന്ന് യാത്ര തിരിച്ചതൊക്കെ? ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം 2024 ഏപ്രിൽ മാസം 4-ാം തീയതി ആയിരുന്നു ഇവിടെ നിന്ന് പോയിണ്ടായിരുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് പിടിച്ച് മോസ്കോയിലേക്ക് എത്തുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മുടെ അടുത്ത് പോളണ്ടിലേക്ക് പോകുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോളണ്ടിലെ എക്സ്റേ വെൽഡിങ്ങിൻ്റെ ജോലി അവൻ ചെയ്യുകയായിരുന്നു. എൻ്റെ ബന്ധുവും കൂടെ ആയിരുന്നു, സിബി എന്നായിരുന്നു പേര്. അവൻ എക്സ്റേ വെൽഡിങ് ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അവൻ്റെ ഹെൽപ്പറായിട്ട് നിൽക്കാനായിരുന്നു എൻ്റെ അടുത്ത് ഏറ്റവും ജോലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1 മാസം അപ്പോഴാണ് നമ്മൾ കാശ് അയച്ച് കൊടുക്കണം, വിസയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ അവിടുന്ന് ജോലി റിസൈൻ ചെയ്തു, വേറെ ജോലിയിൽ കയറി എന്നായിരുന്നു പറഞ്ഞത്. അവൻ ആർമിയിൽ അവിടെ ജോലിക്ക് കയറി എന്നാണ് പറഞ്ഞത്. നമ്മളടുത്ത് അപ്പോഴും റഷ്യയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴും പോളണ്ടാണ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വിസ വന്ന് പിന്നെ അവൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് നമ്മൾ ആർമി ഡ്രസ്സിൽ ഫ്ലാഗിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടായിരുന്നു അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് റഷ്യയാണോ പോളണ്ടാണോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു റഷ്യയാണ്. അവൻ പോളണ്ടിൽ നിന്ന് റഷ്യയിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ജോലിക്ക് വിചാരിച്ചത് പോളണ്ടാന്ന് വെച്ചിട്ടായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, റഷ്യ എന്ന് വെച്ചിട്ടല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്യാഷ് അപ്ലിക്കും അടച്ച് കഴിഞ്ഞായിരുന്നു, പിന്നെ തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ 50,000 അടച്ചു. പിന്നെ എൻ്റെ അളിയനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പുള്ളി 1.5 ലക്ഷം പുള്ളി ഫുൾ എമൗണ്ട് അടയ്ക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ ക്യാഷ് തിരിച്ച് കിട്ടില്ല അങ്ങനെ പറഞ്ഞു. പിന്നെ അവൻ റിലേറ്റീവ് ആയിരുന്നു, അവൻ അവിടെ ജോലി ചെയ്യുകയാണ്, അവനോട് ഓഫീസ് ഡ്യൂട്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ട്രേഡ് വെച്ചിട്ടുള്ള ജോബ് അവൻ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മെക്കാനിക്കായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ജോലി വെച്ചിട്ടും എൻ്റെ അളിയൻ ഇലക്ട്രീഷ്യനായിരുന്നു. ആ പുള്ളിക്ക് റീകൺസ്ട്രക്ഷനായിട്ട് അവിടെ ബിൽഡിങ്ങുകൾ ചെയ്യുന്നുണ്ടായിരുന്നു, അവിടേക്ക് ജോലിക്കുമായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ജോബോ സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ 2.5 ലക്ഷം രൂപയായിരുന്നു അന്ന് ഞങ്ങളുടെ അടുത്ത് സാലറി ആയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇത് കിട്ടിയപ്പോൾ നമ്മളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ പിന്നെ റിലേറ്റീവ് ആണ്, അങ്ങനെ നമ്മൾ ചെന്ന് പെട്ടതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ വളരെ അടുത്ത റിലേറ്റീവ് ആയിരുന്നോ നിങ്ങളിപ്പോൾ പറ്റിച്ചതൊക്കെ? ഏകദേശം നമ്മളൊരു അടുത്ത റിലേറ്റീവ് തന്നെയായിരുന്നു പറ്റിച്ചിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാർ തന്നെയായിരുന്നു നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോയത്. അതിനുശേഷം ഇവിടെ കേസ് കൊടുത്ത് നമ്മൾ റിലേറ്റീവ്സ് നമ്മളിങ്ങനെ പെട്ടു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോഴായിരുന്നു പോലീസ് അന്വേഷണത്തിലാണ് പോലീസ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇവൻ പോളണ്ടിലേക്ക് പോയിട്ടില്ല, ഇവനാകെ റഷ്യയിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അവൻ ആദ്യം തൊട്ട് തന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ശരിക്കും അദ്ദേഹം നിങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചതൊക്കെ? നമ്മളോട് പറഞ്ഞ ഈ ജോലിയിൽ സാലറി ആയിരുന്നു ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ലക്ഷം രൂപ സാലറി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആർമിയുടെ അലവൻസ് കാര്യങ്ങൾ റൂം അങ്ങനെ എല്ലാം നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സ്ഥലം മാറിപ്പോയപ്പോൾ നമ്മൾ ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ നമ്മളറിയാവുന്ന ആൾക്കാരാണല്ലോ, അങ്ങനെ അത് കാരണം കൊണ്ടായിരുന്നു നമ്മൾ ഈ ജോലിക്ക്
പോയത്. പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ അവനെ കണ്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ റഷ്യയിൽ എത്തിപ്പെട്ടല്ലോ, മോസ്കോയിലല്ലേ ഇറങ്ങിയത്? അവിടെ നിന്ന് എങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോയതൊക്കെ? മോസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ തുള എന്ന് പറഞ്ഞ ക്യാമ്പിലേക്ക് ഞങ്ങൾ തന്നെ കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ തുള എന്ന് പറഞ്ഞ് ക്യാമ്പിൽ എത്തിയപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് അവർ ആർമിയുടെ ID എടുക്കണമെന്ന് പറഞ്ഞത്. ആർമിയുടെ ID എടുത്താൽ മാത്രമാണ്, കാർഡ് എടുത്താൽ മാത്രമാണ് ഈ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞു. അത് 1 കൊല്ലത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ തിരികെ പോവാം അങ്ങനെയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1 കൊല്ലം കോൺട്രാക്റ്റാണ്. ആ 1 കൊല്ലത്തെ 2 മാസം ഈ തുള എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ 10 മാസമാണ് ജോലി ഉണ്ടാവുള്ളൂ. ആ 10 മാസം കഴിഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തുടർന്നാൽ മതി, ഇല്ലെങ്കിൽ തിരികെ പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയിട്ട് ഈ ആർമിയുടെ കാർഡും ബാങ്ക് അക്കൗണ്ടും ഒക്കെ അവർ നമ്മളെ പുറത്ത് കൊണ്ടുപോയിട്ട് എടുപ്പിച്ച് തരുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തുള എന്നല്ലേ പേര് പറഞ്ഞ്? ഈ സ്ഥലം എങ്ങനെയായിരുന്നു? ബോർഡർ ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? അല്ല, ഇത് ബോർഡർ ആയിരുന്നില്ല. ഇത് മോസ്കോയുടെ അടുത്ത് കിടക്കുന്ന ഒരു സിറ്റി ആയിരുന്നു. മോസ്കോന്ന് ഏകദേശം ഒരു 1-1.5 മണിക്കൂർ ട്രാവലർ മാത്രമേ തുള എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. മോസ്കോയുടെ അടുത്ത് കിടക്കുന്ന ഒരു സിറ്റി ആയിരുന്നു ഈ തുള എന്ന് പറയുന്നത്. അവിടുന്ന് ഈ 2 മാസം കഴിഞ്ഞപ്പോൾ നമ്മളെ ഏകദേശം ബോർഡറിന് അടുത്തുള്ള വെറോനിഷ് എന്ന് പറഞ്ഞാൽ ഇവരുടെ വലിയ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഈ ഗണ്ണിൻ്റെയും പിന്നെ മെഡിക്കലിൻ്റെയും ഫസ്റ്റ് എയ്ഡിൻ്റെ ഒക്കെ ട്രെയിനിങ് ആയിരുന്നു അവരോട് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇൻഫോം ചെയ്തു, ഞങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടിയല്ല ഞങ്ങൾ വന്നേക്കുന്നത്, ഞങ്ങൾക്ക് ഈ ട്രേഡ് അനുസരിച്ചുള്ള മറ്റേ മെക്കാനിക്, ഇലക്ട്രീഷ്യൻ അങ്ങനത്തെ ജോലിക്കാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ട്രെയിനിങ് വേണ്ട, പക്ഷേ 10 ദിവസം നിങ്ങളിവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ഇത് ആർമിയുടെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്, ഇതെന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവർ രാവിലെ നമ്മളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകും, അതുപോലെ വൈകിട്ട് തിരിച്ചെത്തിക്കും. അങ്ങനെയായിരുന്നു എല്ലാ ദിവസവും ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ദിവസം അതുപോലെ നമ്മളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയി, പക്ഷേ തിരിച്ചവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ വെച്ചിട്ട് നമ്മുടെ പാസ്പോർട്ട്, സെൽഫോണ് കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു ചെയ്തത്. അതായത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്കൊരു ട്രെയിനിങ് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു? അപ്പോൾ 10 ദിവസമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ നിങ്ങൾ യുദ്ധമുഖത്തേക്ക് കൊണ്ട് ഞങ്ങളുടെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരുന്ന ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ബോർഡറിലെത്തിയെന്നാണല്ലോ പറഞ്ഞത്. ഈ ബോർഡറിലെ നഗരം എങ്ങനെയായിരുന്നു? അത് പൂർണ്ണമായി തകർന്നൊരു നഗരമായിരുന്നു? എന്തെങ്കിലും തരത്തിലുള്ള ജനജീവിതം മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? ഇല്ല, അവിടെ മുഴുവൻ പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അവിടെ ഈ വീടുകളും ഫാക്ടറികളായിരുന്നു ഉണ്ടായിരുന്നത്. കൃഷിസ്ഥലം, അതിൻ്റെ സൈഡിലുള്ള വീടുകളായിരുന്നു മുഴുവനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നെല്ലിൻ്റെ ഫാക്ടറികളും അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മുഴുവനായിട്ടും അവിടെ നാശമായിട്ട് കിടക്കുകയായിരുന്നു. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത്, നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ടല്ല വരുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് തന്നെ കാണുന്നത് നമ്മൾ ആൾക്കാർ മരിച്ചു കിടക്കുന്നതായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ തന്നെ നമുക്കാകെ പേടിയായി എന്ത് കാര്യങ്ങളായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ പോകും തോറും മുകളിൽ കൂടെ ഡ്രോൺ വരും. ഡ്രോൺ വന്നിട്ട് നമ്മളെ വാച്ച് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. അത് കാണുമ്പോഴേക്കും ഓടിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒളിക്കുക, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഡ്രോൺ വരുമ്പോൾ ഏതെങ്കിലും വീട്ടിലേക്ക് ഓടിപ്പോവും, ഓടിക്കയറി ഒളിക്കും. അപ്പോൾ അഥവാ എങ്ങാനും ഡ്രോണ് നമ്മൾ കണ്ടു കഴിഞ്ഞ് പിന്നെ അവിടേക്ക് ഷെല്ല് വരാൻ തുടങ്ങും, അത് വന്ന് പൊട്ടിത്തെറിക്കുക. അങ്ങനത്തെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ വഴിയിൽ ചോരയായിട്ട് കിടക്കുന്നതൊക്കെ കാണുമ്പോൾ ഒപ്പം അത്രയും നേരം ഓടുന്ന ആൾക്കാരൊക്കെ ആവും. കുറച്ചു നേരം കഴിയുമ്പോൾ മേത്തുനിന്ന് നമ്മൾ പൊട്ടിക്കഴിഞ്ഞാലും അറിയുന്നില്ല ആൾക്കാർക്ക്, പെട്ടെന്ന് ഒന്നും അറിയാത്ത ഇതിൽ ഓടിപ്പോയി അത് കഴിഞ്ഞ് ചോര വന്നിട്ടൊക്കെ ആയിരുന്നു അവർ നോക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഫസ്റ്റ് എയ്ഡ് ആക്കിയിട്ട് തിരികെ പോരുന്ന ഇതായിരുന്നു. അവിടെ നിന്ന് നമുക്കൊന്നും പറ്റിയില്ല. അവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ മുമ്പിലേക്ക് കയറിപ്പോയി, അല്ലാതെ നമുക്ക് തിരികെ വരാൻ അവിടെ നിന്ന് പറ്റുന്നുണ്ടായിരുന്നില്ല. ആരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? അതായത് ആ ബോർഡർ ടൗണിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ? ഞങ്ങൾ 3 പേരായിരുന്നു അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ, ബിനിൽ അളിയൻ, പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ സന്ദീപ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനും ഉണ്ടായിരുന്നു. ഇവിടെ പുതുക്കാട് വീടുള്ളതായിരുന്നു, തൃശ്ശൂർ പുതുക്കാട് വീടുള്ളതായിരുന്നു. ഞങ്ങൾ 3 പേരായിട്ടായിരുന്നു ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയിട്ടും ഞങ്ങൾ 3 പേരെ ഒരുമിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഞങ്ങളിങ്ങനെ പെട്ട് വന്നതാണ് കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളും നഷ്ടപ്പെട്ട വിവരം അവിടെ പറഞ്ഞു. അവർ പറഞ്ഞ് ഒരു അധികം വൈകാതെ ഇവിടെ നിന്ന് തിരികെ പോവും, അപ്പോൾ നമുക്ക് പോയിട്ട് സാധനങ്ങൾ എടുക്കാം എന്നായിരുന്നു അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു അവർ നമ്മളെ അവിടെ നിന്ന് തിരികെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അവിടെ ഫുഡ് എത്തിക്കുന്ന ജോലിയായിരുന്നു അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ റഷ്യൻ ഭാഷ അറിയാത്ത കാരണം കൊണ്ട് അവിടെ സെക്യൂരിറ്റി ഇരിക്കുന്ന ജോലിക്ക് നമ്മളതിനെ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ സെക്യൂരിറ്റി ഇരിക്കുന്ന ആൾക്കാർക്ക് താഴെ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് ബേസ് ക്യാമ്പിൽ നിന്ന് പോയിട്ട് നടന്നു പോയിട്ട് ഫുഡ് എടുത്തിട്ട് വരികയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രാവൽ ബാഗിൽ ഫുഡ് നിറച്ചിട്ട് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ
പോണ വഴിയിലും ഇങ്ങനെ ഡ്രോണും കാര്യങ്ങളും ഫുൾ ടൈം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അഥവാ എങ്ങനെ ഡ്രോണിൻ്റെ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഗ്രനേഡ് നമ്മൾ ഓടിപ്പോയാലും ഡ്രോണ് പിന്നാലെ വരും, പിന്നാലെ വന്ന് നമ്മുടെ സൈഡിലേക്ക് ഇടുക, അതല്ലെങ്കിൽ ഷെല്ല് വന്ന് താഴ്ത്ത് വീഴുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നു. അവിടെ വെച്ച് അളിയന് ബിന്നിലേട്ടന് ചെറുതായിട്ട് കാലിന് പരിക്ക് പറ്റി. ഓടണ വഴിയിൽ കുഴിയിൽ കാല് സ്ലിപ്പായിട്ട് അവിടെ ചെറുതായിട്ട് പരിക്ക് പറ്റിയെങ്കിലും കുഴപ്പമുണ്ടായില്ല. അവിടെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഇഞ്ചുറി ആണെങ്കിൽ മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് പോവുള്ളൂ. ആ കാല് ബെൻഡായി പോയതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പെയിൻ കില്ലർ യൂസ് ചെയ്തിട്ട് അവിടെ തന്നെ റെസ്റ്റ് ചെയ്യാനായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിനിലും സന്ദീപും ഉണ്ടായിരുന്നല്ലോ കൂടെ. മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നോ ആ വാർഫീൽഡിൽ? അവിടെ വേറെ കുറേ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരും നിങ്ങളെപ്പോലെ പറ്റിക്കപ്പെട്ടവരായിരുന്നോ? അതിന് നമുക്ക് അവരുടെ അടുത്ത് സംസാരിച്ച് നമുക്ക് ചോദിച്ചറിയാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അവരുടെ അടുത്ത് ജസ്റ്റ് കാര്യങ്ങൾ പറയുമെന്നുണ്ടെങ്കിലും നമുക്ക് അളിയൻ ഇങ്ങനെ ഒമാനിലായ കാരണം കൊണ്ട് അറബി അറിയായിരുന്നു അളിയന്. അപ്പോൾ ഈ സിറിയൻസ് അങ്ങനത്തെ ഈജിപ്ഷ്യൻസിനൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അവരുടെ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. നമുക്കൊന്ന് വിശ്വസിച്ച് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നു അവിടെ നിങ്ങൾക്ക്? നമ്മൾ ഈ വർക്കിന് പോണ സമയത്ത് മാത്രമേ നമ്മൾ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് ഈ ബങ്കറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നേ, പുറത്തിരിക്കാൻ പറ്റില്ല. കാണാനായിട്ട് പോവുക അങ്ങനത്തെ ഒന്നും നടക്കില്ല. കാരണം ഫുൾ ടൈം ഈ ഡ്രോൺ ഇങ്ങനെ മുകളിൽ കൂടെ നടന്ന് ഫുൾ ടൈം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് ധൈര്യത്തോടു കൂടി ഒന്ന് പുറത്തേക്ക് പോലും അവിടെ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ബങ്കറിലായിരുന്നോ ഫുൾ സമയം ഇരുന്നതൊക്കെ? ഫുൾ ടൈം ബംഗാറിൽ തന്നെയായിരുന്നു. നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം കൂടുമ്പോഴായിരുന്നു ഇത് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. 2 ദിവസം കൂടി അത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം ബംഗറിൽ തന്നെയാകും. അല്ലാതെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു വഴി ഉണ്ടായിരുന്നു. ഈ ബേസ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരം ഉണ്ടോ അവിടെ നിന്നൊക്കെ? ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ദൂരം ബൈക്കിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ നിന്ന് ട്രാവൽ ബാഗ് നമ്മൾ കൊണ്ടുപോകുന്ന ബാഗിൽ ഫുള്ള് നിറച്ച് ഫുഡ് നിറയ്ക്കും. അത് എത്രത്തോളം നിറയ്ക്കാൻ പറ്റണോ അത്രത്തോളം നല്ലത്. പിന്നെ അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറവ് നിറച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ പിന്നെയും നമ്മൾ വരേണ്ടി വരും. അപ്പോൾ എത്രത്തോളം കൂടുതൽ നിറച്ച് കഴിഞ്ഞാൽ ഓടാനും സാധിക്കില്ലല്ലോ. ഇതും വെച്ചിട്ട് ഡ്രോൺ വന്നു കഴിഞ്ഞാൽ ഓടുകയും വേണം. അപ്പോൾ ഇറങ്ങാനും പറ്റില്ല, ഇറങ്ങാനും പേടി, പിന്നെ കുറവിട്ട് നിറയ്ക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നതൊക്കെ ജയനെ? പ്രാഥമിക കാര്യങ്ങളൊക്കെ അവിടെ എങ്കിലൊക്കെ നമ്മൾ പുറത്ത് അങ്ങനത്തെ ഇതായിരുന്നു. പിന്നെ വാഷിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കുടിക്കാനുള്ള വെള്ളം നമ്മൾ തന്നെ ഇങ്ങനെ കൊണ്ടുവരുന്ന വാട്ടർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ വേറെ വാട്ടറിനൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. വെള്ളം ഉണ്ടെങ്കിലും പക്ഷെ ആ വെള്ളമൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു വെള്ളമായിരുന്നു. കാരണം ഫുൾ ടൈം ഈ ഷെല്ല് വന്ന് വീണിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വീഴുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം നമുക്ക് വിശ്വസിച്ചിട്ട് കുടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കുപ്പി വെള്ളത്തിലായിരുന്നു നമ്മൾ ജീവിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു ബോട്ടിൽ വെള്ളം അങ്ങനെയൊക്കെയായിരുന്നു അവിടെ കിട്ടുന്നുണ്ടായിരുന്നത്. ഈ ഭക്ഷണം എടുക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞല്ലോ, ആ സമയത്തൊക്കെ പോലും നിങ്ങൾക്ക് ഒരു തരത്തിലും പുറം ലോകമായിട്ട് കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? നമ്മൾ അങ്ങനെ ഭക്ഷണം എടുക്കാൻ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയിരുന്നല്ലോ. അപ്പോൾ ഭക്ഷണം എടുക്കാൻ പോയപ്പോഴായിരുന്നു അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ വീട്ടിലേക്ക് ഏകദേശം 1 മാസത്തിന് ശേഷമാണ് വീട്ടിലേക്ക് ഒന്ന് വിളിക്കാൻ സാധിച്ചത്. വീട്ടിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നപ്പോഴായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ സന്ദീപിൻ്റെ വീട്ടിലേക്കും ബിനിലേട്ടൻ്റെ വീട്ടിലേക്കും ഞാൻ 2 പേരുടെ വീട്ടിലേക്കും ഇങ്ങനെ എത്തി എന്ന് പറഞ്ഞിട്ട് 1 മാസമായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവരെൻ്റെ ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരുടെ വീട്ടിലേക്കും കോണ്ടാക്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ അവിടുന്ന് സ്ഥലം മാറ്റുകയായിരുന്നു ചെയ്തത്. അവിടുന്ന് പിന്നെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് നെവസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവർ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ബാഗ് ചോദിച്ചെങ്കിലും ഞങ്ങൾക്ക് അവർ അവിടെ ഞങ്ങൾ ബാഗ് വെച്ച സ്ഥലത്ത് ഫുള്ള് ബ്ലാസ്റ്റ് ചെയ്തു. അത് കാരണം കൊണ്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ അവർ വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ പോയി നോക്കിയെങ്കിലും നമ്മൾ പാസ്പോർട്ട്, സെൽഫോൺ കാര്യങ്ങളുള്ളതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആ ബാഗിങ്ങൊക്കെ മിസ്സിങ് ആയിരുന്നു. ഞങ്ങൾ 3 പേരുടെയും മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അതവർ പിടിച്ചു വെച്ചതാണോ എന്ന് മറ്റു തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ അവർക്ക് അറിയില്ല. ഞങ്ങളുടെ 3 പേരുടെ സാധനങ്ങളും ഉണ്ടായിരുന്നില്ല.
ഒരു കുറച്ച് ബാഗുകൾ മാത്രം, നമ്മുടെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരുടെ സാധനങ്ങളും അന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാത്രമായിട്ട് പിടിച്ച് ആയതല്ല, ഒപ്പം ആകെ കുറച്ച് ബാഗുകൾ മാത്രം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തുണികളുടെ ബാഗുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുണികളൊന്നും ചുമന്നിട്ട് പോകാൻ പറ്റിയ ഒരു ഏരിയയിലായിരുന്നില്ല ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരിക തന്നെയായിരുന്നു ചെയ്തത്. ഈ ബേസ് ക്യാമ്പ് താരതമ്യേന സേഫായൊരു സ്ഥലമായിരുന്നു ജയനെ? ആ ബേസ് ക്യാമ്പ് സേഫ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെ നിന്ന് മുമ്പിലേക്ക് കയറുന്നതനുസരിച്ചിട്ടായിരുന്നു ഈ ഇഷ്യൂ ഉണ്ടായിരുന്നത്. മുമ്പിലേക്ക് പോകും തോറും ഈ ഡ്രോണുകളുടെ എണ്ണം കൂടിക്കൂടി വരും. അറ്റത്തേക്ക് എത്തും തോറും 2 ഡ്രോൺ, 3 ഡ്രോൺ, 4 ഡ്രോൺ അങ്ങനെ എണ്ണം കൂടിക്കൂടി വരും. അതിങ്ങനെ ഈ ദൂരത്തേക്ക് വരും തോറും ഇതിൻ്റെ ഡ്രോണിൻ്റെ എണ്ണം അവർ കൂടുതലായിട്ട് നോക്കുന്നത് ഈ ബോർഡർ ഏരിയയിലായിരുന്നു ഈ ഡ്രോൺ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പോരാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രപ്പാടിലായിരുന്നു. അതിനുശേഷം ഈ നെവസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴും അവിടെ നിന്ന് ഈ ഫുഡിൻ്റെ ജോലി തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു 6 മാസത്തോളം അവിടെ ജോലി ചെയ്തു. ഈ ഫുഡിൻ്റെ ജോലി തന്നെയായിട്ട് അവിടെ ജോലി ചെയ്തു. അതിനുശേഷമായിരുന്നു ഈ ബിൻലാട്ടൻ പോകുമ്പോൾ എൻ്റെ അനിയത്തി 5 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ ആ ഡേറ്റ് നോക്കിയിട്ട് ഞങ്ങൾ ഒരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്തപ്പോഴായിരുന്നു അവൾ പ്രസവിച്ചു മനസ്സിലായത്. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ സന്ദീപ് അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞത്. ഈ ഫസ്റ്റത്തെ ക്യാമ്പിൽ നിന്ന് ബേസ് ക്യാമ്പിൽ എത്തിയെന്ന് പറഞ്ഞല്ലോ, അവിടെ നിന്ന് ഞങ്ങളേനെയും സന്ദീപിനെയും 2 ടീമിലേക്ക് ആക്കിയിട്ടാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി, സന്ദീപ് വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഒരു കോണ്ടാക്റ്റ് അപ്പോഴും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചപ്പോഴായിരുന്നു മരിച്ച വിവരം വീട്ടുകാരായിട്ട് അറിയിക്കുകയായിരുന്നു ചെയ്തത്. അതായത് നിങ്ങളുടെ വീട്ടുകാർ സന്ദീപ് മരിച്ച കാര്യം അറിയിക്കുകയായിരുന്നു അല്ലേ? ഈ സന്ദീപിനായിട്ടുള്ള ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു ജയനെ? സന്ദീപ് ഞങ്ങളുടെ പറഞ്ഞ ചേട്ടനെ പോലെ ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളിക്ക് 35 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. ചേട്ടനെ പോലെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവനും ഈ CB വിളിച്ചിട്ട് തന്നെയാണ് വന്നതെന്ന് തന്നെയാണ് അവൻ പറഞ്ഞത്. അവനും ഇങ്ങനെ റഷ്യ എന്നുള്ള പേര് കേട്ടപ്പോൾ അവിടെ ഇവന് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ന്യൂസിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനും പോരുന്നില്ല അങ്ങനത്തെ കാര്യം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ CB വീഡിയോ കോൾ വിളിച്ചിട്ട് അവന് കൺവിൻസ് ചെയ്യിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം അവൻ്റെ റിലേറ്റീവ്സ് വരുന്നുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരനെ അവൻ കൊണ്ടുപോയില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവനെയും കൺവിൻസ് ചെയ്യിച്ചു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 3 ലക്ഷം രൂപ ഞങ്ങളായിരുന്നു ഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുഴുവൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജോലി ചെയ്തിട്ട് കൊടുക്കുക എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എത്ര കൊടുത്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവന് CB തന്നെ മുഖേനയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് വിളിച്ചപ്പോഴായിരുന്നു സന്ദീപ് മരിച്ച കാര്യം വീട്ടുകാർ പറഞ്ഞത്. അപ്പോൾ ആകെ വിഷമമായിപ്പോയി. പിന്നെ അതും കൂടി കേട്ടപ്പോൾ അത്ര നാളെ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഓടിയാലെങ്കിലും എത്തുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഇതും കൂടി കേട്ടപ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസം കൂടി പോയി കിട്ടി. പിന്നെ ബിൻലാട്ടന് ആ സമയത്ത് ഉണ്ണി ഉണ്ടായ സമയമായിരുന്നു. ഇത് കേട്ടപ്പോൾ പിന്നെ ആകെ ടെൻഷനായി തുടങ്ങി. ഉണ്ണീനെ കാണാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ടെൻഷനിലായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത്. ജയനെ അപ്പോൾ വീണ്ടും ബേസ് ക്യാമ്പിലേക്ക് വന്നപ്പോൾ നെവസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങോട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? അവിടുത്തെ അനുഭവങ്ങൾ എന്തായിരുന്നു? അവിടേക്കും നമ്മളിങ്ങനെ നടന്നിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം വണ്ടി ഇറങ്ങിയിട്ടൊരു 5-6 കിലോമീറ്ററോളം നടന്ന് തന്നെ പോകണമായിരുന്നു. വേറെ വണ്ടിയും കാര്യങ്ങളും അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അവിടേക്ക് നടന്നെത്തിയിട്ട് അവിടെ വെച്ചിട്ടായിരുന്നു ഈ സന്ദീപ് മരിച്ച വിവരം അറിഞ്ഞത്. ഈ വീട്ടിലേക്ക് ബിൻലാട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു മരിച്ച വിവരം അറിഞ്ഞത്. അപ്പോൾ തന്നെ നമ്മൾ എംബസി ആയിട്ടും കാര്യങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഈ നമ്മൾ കൊണ്ടുപോയ ആൾക്കാരുണ്ടല്ലോ CB, സന്തോഷ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു. പക്ഷേ അവരുടെ അടുത്തുനിന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് ഒരു റിപ്ലൈയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ CBയും സന്തോഷവും ഒക്കെ എന്താ പറഞ്ഞത്? അപ്പോൾ അവർ പറയുന്നത് എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർ പരമാവധി ശ്രമിക്കാം, നിങ്ങളും എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരും ശ്രമിക്കുന്നുണ്ട്, നിങ്ങളും ശ്രമിക്കുക, എല്ലാവരും കൂടി ശ്രമിച്ച് നടക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം തൊട്ട് നമ്മൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സന്ദീപിൻ്റെ ഇഷ്യൂ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓർഡർ വന്നെങ്കിലും നമുക്ക് പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നായിരുന്നു ഞങ്ങളൊപ്പം ഉണ്ടായിരുന്ന ഒപ്പം ഉണ്ടായിരുന്ന 3 പേര് സന്തോഷേട്ടനും റെനിലേട്ടനും ഒക്കെ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് നമ്മളെ റിലീസ് ചെയ്തില്ല എന്നാണ് എംബസിയിൽ നിന്നുള്ള നമുക്ക് ഇൻഫർമേഷൻ വന്നത്. ബാക്കിയുള്ളവരുടെ അവർ കമാൻഡർമാർ റിലീസ് ചെയ്തു, നമ്മളതിനെ റിലീസ് അവർ ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ചോദിച്ചിട്ട് നമ്മൾ കമാൻഡർമാരുടെ അടുത്ത് ചെന്നെങ്കിലും അവർ പറഞ്ഞു അവർക്ക് നമ്മളെ റിലീസ് ചെയ്യാനുള്ള ഓർഡർ വന്നിട്ടില്ല, ഓർഡർ വരുമ്പോൾ നിങ്ങളതിനെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിർത്തുമായിരുന്നു.
അവിടെ ഈ ഫുഡ് കൊണ്ടു കൊടുക്കണ ജോലി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഏകദേശം ഒരു 6 മാസക്കാലം അവിടെ തന്നെ ജോലി ചെയ്തു. അവിടുത്തെ ഈ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? അവിടെ ഇതുപോലെ തന്നെയായിരുന്നു. ഈ ഡ്രോണും ഷെല്ലുകാരനും മുഴുവൻ സമയമായി ഉണ്ടായിരുന്നത്. ഗൺഷൂട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഡ്രോണിൻ്റെ ഇതായിരുന്നു മുഴുവൻ നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ കൊണ്ട് പോണതിൻ്റെ ദൂരം കൂടിയായിരുന്നു. ഏകദേശം ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്ററൊക്കെ വൺ സൈഡ് തന്നെ ഒരു ദിവസം നടക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വെയിറ്റ് ബാഗ് വിട്ട് ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഡ്രോൺ വരികയോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ ഓടാൻ പോലും പറ്റില്ലല്ലോ ഈ ബാഗ് ഇട്ടിട്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അവിടെയും എങ്ങനെയൊക്കെയോ അപ്പോഴേക്കും മറ്റേ വിനിലേട്ടന് പെയിനും കാര്യങ്ങളും വന്നായിരുന്നു. നടുവിന് പ്രശ്നം ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ അത് അവിടെ പോയ ശേഷം വന്നതാണോ? അല്ല, അത് നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞ ജോലി നമ്മുടെ അടുത്ത് പറഞ്ഞത് ഈ ഇലക്ട്രീഷ്യൻ ജോലി കാര്യങ്ങളായിരുന്നല്ലോ. അവിടെ ഈ നടുവിൻ്റെ ബെൽറ്റ് ഇട്ടിട്ടായിരുന്നു പുള്ളി നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ വെയിറ്റ് ട്രാവൽ ബാഗിൽ ഏകദേശം ഫുള്ള് നിറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 കിലോ 35 കിലോ വെയിറ്റ് വരും. വലിയ ട്രാവൽ ബാഗ് മുഴുവൻ നിറക്കുകയായിരുന്നു. ഇത് മൊത്തം ഇട്ട് നിറച്ചിട്ട് ഏകദേശം 7 കിലോമീറ്റർ 8 കിലോമീറ്ററൊക്കെ ഓട്ടോ നടത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെ പോകേണ്ടി വരേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു. പുള്ളിക്ക് ആകെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. എല്ലാ ദിവസവും പോയിട്ട് പെയിൻ കില്ലർ എടുത്താൽ മാത്രം നടക്കാൻ പറ്റുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ കമാൻഡർമാരായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ നടക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ റിലീസ് ചെയ്യാനുള്ള ഓർഡർ വരും, അല്ലാതെ വേറെ നോക്കിയിട്ട് അവിടുത്തെ ചെറിയ ഡോക്ടർമാർ നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, പെയിൻ കില്ലർ അടിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു നടത്തുന്നുണ്ടായിരുന്നത്. അവിടെയും നടന്നു. അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് അവർ മാറ്റുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് റൈഗോറോഡ്ഗ എന്നായിരുന്നു സ്ഥലത്തിൻ്റെ പേര്. അവിടേക്ക് പോണ വഴിയിലായിരുന്നു അപകടം പറ്റിയത് ബിനിലിന്. അത് ജനുവരി 5-ാം തീയതി ആയിരുന്നു അവിടേക്ക് പോയത്. ഞങ്ങളെല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി അവിടുന്ന് 4 പേരിനായിരുന്നു മുമ്പിലേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് അടുത്ത സ്ഥലത്ത് പോയിരിക്കും, എന്നിട്ട് അടുത്ത 4 പേര് അങ്ങോട്ട് വരും. അങ്ങനെയായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബിനിലേട്ടനെ 5-ാം തീയതി വൈകിട്ട് എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയിരുന്നു ചെയ്തത്. അപ്പോൾ അത് അന്നത്തെ നൈറ്റ് കഴിഞ്ഞ് 6-ാം തീയതി രാവിലെ ഞാൻ ഇവരുടെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോഴായിരുന്നു ഈ പോണ വഴിയിൽ ഒരു കിടക്കണ കണ്ടിട്ട് എനിക്ക് സംശയം തോന്നിയിട്ട് മറിച്ചിട്ട് നോക്കിയതായിരുന്നു. അപ്പോഴായിരുന്നു മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത്. ബോഡി ഇങ്ങനെ മരിച്ചിട്ടാകെ മരവിച്ചിരിക്കുകയായിരുന്നു. മഞ്ഞ് വീണ സമയമായിരുന്നല്ലോ. അപ്പോൾ ബോഡി ആകെ മരവിച്ചിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഇൻഫോം ചെയ്തു, ഇങ്ങനെ ബ്രദർ മരിച്ചു എന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്തെങ്കിലും അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മരിച്ചു കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരെന്നെ പിന്നെയും പറഞ്ഞു വിടുക തന്നെയായിരുന്നു ചെയ്തത്. അപ്പോൾ അവിടേക്ക് പോണ വഴിയിലായിരുന്നു ഈ ഡ്രോണ് വന്ന് പോണത് കണ്ട് ഞാൻ 4 പേരായിട്ട് പോയിണ്ടായിരുന്നു. 4 പേർക്ക് അപകടം പറ്റിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരാൾ അവിടെ തന്നെ മരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അനക്കൊന്നും ഉണ്ടായിരുന്നില്ല, മരിച്ചു എന്നായിരുന്നു തോന്നുന്നത്. അപ്പോൾ ഡ്രോണ് വന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഓടി. ഡ്രോൺ വരണ കണ്ടപ്പോൾ അപ്പോൾ നേരെ പിന്നാലെ വന്നിട്ട് നമ്മുടെ സൈഡിൽ വന്നിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വന്നിട്ട് പൊട്ടിയിട്ട് എന്തോ വയറ്റിൽ വന്ന് അടിക്കുകയായിരുന്നു ചെയ്തത്. അതിൻ്റെ പെയിനിൽ ഞാൻ കുനിഞ്ഞു പോയെങ്കിലും എന്തുകൊണ്ട് അടിച്ച് തട്ടിയത് ആ സ്പീഡിലേക്ക് തട്ടിയത് കാണാനൊന്നും പറ്റിയില്ല. എന്തോ തട്ടി ആ ഒരു ഫീലിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ ജെയിൻ ഭക്ഷണമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു? അല്ല, ഈ നമ്മൾ പഴയ ഈ നെവസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പുതിയ സ്ഥലത്തേക്ക് മാറുമായിരുന്നല്ലോ. റൈഗോറോഡ്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറുമായിരുന്നു. അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ. അവിടേക്ക് പോണ വഴിയിലായിരുന്നു ഈ അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഞാൻ എന്തോരം ഫ്രണ്ടിലേക്ക് പോകണമെന്നോ മുമ്പിൽ എന്തോരം എത്തിക്കഴിഞ്ഞാലാണ് ക്യാമ്പ് ഉണ്ടാവുക, ഈ ബങ്കർ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല. അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് ആ പോണ വഴിയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഈ ബേസ് ക്യാമ്പിലേക്ക് തിരികെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് വണ്ടികളൊന്നും വരാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വണ്ടിയും കാര്യങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ആകെ അവിടേക്ക് ആ സമയത്ത് വരുന്നുണ്ടായിരുന്നത് ഈ ആർമിയുടെ ടാങ്കറുകൾ മാത്രമായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ടാങ്കർ വരണ വരെ അവർ പറഞ്ഞു ടാങ്കർ വരണ വരെ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. ടാങ്കർ വരണ വരെ കാത്തിരിക്കാൻ പറ്റിയൊരവസ്ഥയായിരുന്നില്ല. നമുക്കൊന്നും വെള്ളം കുടിക്കാൻ പറ്റണില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, നേരെ നിൽക്കാൻ പറ്റണില്ല. എന്തെങ്കിലും വെള്ളം എങ്ങാനും കുറച്ച് കുടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വൊമിറ്റ് ചെയ്ത് പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നുണ്ട്. അപ്പോൾ അവർ പതുക്കെ തിരികെ നടക്കാൻ പറഞ്ഞു. അങ്ങനെ നടന്നു പോയിട്ടാണ് ബേസ് ക്യാമ്പിലേക്ക് എത്തിയത്. അവിടുന്ന് വണ്ടിയിൽ അവർ തിരികെ ബെൽഗ്രത്ത് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. അതായത് ജെയിൻ തന്നെ ഒറ്റയ്ക്ക് നടന്ന് ബേസ് ക്യാമ്പ് വരെ എത്തുമായിരുന്നു ഈ പരിക്ക് പറ്റിയിട്ടും നടന്ന് തിരിച്ച് നടന്നു തന്നെ വരികയായിരുന്നു ചെയ്തത്.
കുറച്ചെത്തിയപ്പോൾ നടക്കാൻ പറ്റാതായെങ്കിലും അവിടുന്ന് ഒരു റഷ്യക്കാരൻ സഹായിച്ചിട്ടായിരുന്നു ഈ ബേസ് ക്യാമ്പ് വരെ എത്തിയത്. തോളത്ത് കൈയിട്ട് സഹായിച്ച് കൊണ്ടുപോയിട്ടായിരുന്നു ബേസ് ക്യാമ്പ് വരെ എത്തിയത്. അവിടുന്ന് ഈ ബെൽഗ്രത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഫസ്റ്റത്തെ സർജറി കഴിഞ്ഞു. അവിടുന്ന് ഈ ട്യൂബും കാര്യങ്ങളെല്ലാം അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തവർ, മറ്റേ മരുന്ന് കയറ്റാൻ വേണ്ടിയിട്ടുള്ളത്. അവിടുന്ന് മോസ്കോയിലേക്ക് ട്രെയിൻ വഴി വരികയായിരുന്നു ചെയ്തത്. മോസ്കോയിലെത്തി അവിടെ രണ്ടാമത്തെ സർജറി മോസ്കോയിലെത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളം മോസ്കോയിൽ തന്നെ ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഷെല്ല് വീണ സമയത്ത് ജെയിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവർ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഒന്നറിഞ്ഞ് നമുക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു. നമുക്ക് ഇത് വയറ്റിൽ തട്ടിയപ്പോൾ തന്നെ നമ്മൾ കുനിഞ്ഞു പോയിരുന്നു. നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരവസ്ഥ ഇല്ലാതെയായി. അപ്പോൾ എൻ്റെ ഒപ്പം വന്ന ഒരാളിനെ കണ്ടിട്ടാണ്, ആൾക്ക് മുഖത്തായിരുന്നു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. മുഖം ഇങ്ങനെ പൊളിഞ്ഞു പോയി കയറുന്നുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി നടന്ന് തിരികെ പോകണ കണ്ടപ്പോഴായിരുന്നു ഞാനും തിരികെ അങ്ങനെ ബാക്കോട്ട് തന്നെ പോവാം, ഇവിടെ കടന്നാൽ ശരിയാവില്ല, ആരും രക്ഷിക്കാൻ വരില്ല എന്ന് എനിക്ക് തോന്നി. ആരും നോക്കണമില്ല, ഒന്നുമില്ല. കാരണം അത്രയും പേര് അവിടെ മരിച്ച് കിടക്കണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ച് ക്യാമ്പിലേക്ക് എത്തുക എന്നൊരു ഇതായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. അവിടേക്ക് അങ്ങനെ നടന്നെത്തുമായിരുന്നു ചെയ്തത്. ഈ ഷെല്ല് വന്ന് വീണ സമയത്തും ഒക്കെ കുടിക്കാൻ വെള്ളവും മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നോ ജയനെ ആ സമയത്ത്? ആ സമയത്ത് കുടിക്കാൻ വെള്ളം കിട്ടിയിരുന്നു. പക്ഷേ നമ്മൾ എന്ത് കുടിച്ചാലും അത് അതുപോലെ തന്നെ ഛർദ്ദിച്ച് പോകണൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ വെള്ളം തരുന്നുണ്ടായിരുന്നില്ല. വെള്ളം കുടിക്കരുത് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് മാറിപ്പോവും. അപ്പോൾ വെള്ളം കുടിക്കരുത്, അഥവാ എന്തെങ്കിലും നമ്മൾ അവർ കാണാതെ കുടിച്ചാലും അത് ഛർദ്ദിച്ച് പോവുക, അപ്പം തന്നെ അത് ഛർദ്ദിച്ച് പോവുക, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കയ്യിൻ്റെ കാര്യങ്ങളിലൊക്കെ ആകെ മരവിപ്പ് പോലെ വന്നിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അവിടെ കിടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഡോക്ടർ സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ടായിരുന്നു നടക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ബിനിലിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അല്ലേ ആ സമയത്ത്? ആ സമയത്ത് ബിനിലേട്ടൻ്റെ കാര്യത്തിലൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ബോഡി നോക്കിയെങ്കിലും എനിക്കൊന്നും എടുക്കാൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. മുഖത്ത് മേത്ത് മുഴുവൻ ബ്ലഡായിരുന്നുണ്ട്, ബ്ലഡ് കട്ട പിടിച്ച് കിടക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇൻഫോം ചെയ്തെങ്കിലും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് നടന്നിട്ടായിരുന്നു ഞാൻ ഈ ബേസ് ക്യാമ്പിലേക്ക് എത്തിയത്. നിങ്ങൾക്ക് ഈ പരിക്ക് പറ്റിയപ്പോഴൊക്കെ ഈ കമാൻഡർമാരുടെ ഒക്കെ ഒരു സമീപനം എന്തായിരുന്നു? കമാൻഡർമാരെ പരിക്ക് പറ്റിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ എങ്ങനെയെങ്കിലും തിരികെ എത്താൻ പറ്റുമോ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നു. നടക്കാൻ പറ്റുമോ, അവർ വണ്ടി അവിടേക്ക് എത്താത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടേക്ക് ആകെ എത്തണത് ഈ ടാങ്കറുകൾ മാത്രമേ എത്തുന്നുണ്ടായിരുന്നുള്ളൂ, ആർമിയുടെ ടാങ്കറുകൾ. ആ ടാങ്കർ ഫുഡും കൊണ്ടുവരുന്നതൊക്കെ ഈ ആർമിയുടെ ടാങ്കറിൽ തന്നെയായിരുന്നു. വേറെ വണ്ടിക്ക് റോഡ് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ടാങ്കറുകൾ ഓടിയിട്ട് റോഡ് വന്നിട്ട് വേണമായിരുന്നു അവിടേക്ക് വണ്ടി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഇഞ്ചുറി പറ്റിയിട്ട് നടക്കാൻ പറ്റാത്ത ആൾക്കാരനെയും ഈ ടാങ്കറിൽ തന്നെയായിരുന്നു അവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും നാൾ അവരെന്നെ പെയിൻ കില്ലർ അടിച്ചിട്ട് അവിടെ തന്നെ കിടത്തായിരുന്നു അവർ ചെയ്യണം. അല്ലാതെ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല അവർക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വേറൊരു നാട്ടിൽ നിന്ന് വന്ന ആളാണ് ജെയിൻ. അപ്പോൾ അത്തരത്തിലൊരു രീതിയിൽ അവർ വല്ല മർദ്ദിക്കോ അക്രമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനെ മർദ്ദിക്കലോ അക്രമങ്ങളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ. കാരണം അവിടെ റഷ്യൻസ് മാത്രമായിരുന്നില്ല, വേറെയും കുറേ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. റഷ്യൻസിനേക്കാളിലും കൂടുതൽ അവിടെ വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ജോലിക്ക് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഫുഡും കാര്യങ്ങളായാലും അവർക്കുള്ള പോലെ തന്നെ നമുക്കും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഫുഡ് കുറച്ചുള്ളെങ്കിലും അത് ഓരോരുത്തർക്കും കറക്റ്റ് പാകത്തിനായിരുന്നു അവർ കൊടുക്കുന്നുണ്ടായിരുന്നത്. നമുക്കങ്ങനെ മർദ്ദനവും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കൊന്ന് വിശ്വസിച്ചൊന്ന് പുറത്തിറങ്ങുക അങ്ങനത്തെ കാര്യം ഒന്നും ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഡ്യൂട്ടിക്ക് ഇന്ന് രാവിലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ രാത്രി വൈകിട്ട് തിരിച്ചെത്തുമോ എന്ന് പോലും അറിയാത്തൊരു അവസ്ഥയിലായിരുന്നു അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നത്. ജെയിൻ എപ്പോഴെങ്കിലും തോക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, തോക്ക് നമ്മുടെ കയ്യിൽ അവർ ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്തോട്ട് നമുക്ക് തന്നെങ്കിലും നമുക്ക് ഈ ജോലി ഉണ്ടായിരുന്നത് ഈ ഫുഡ് കൊണ്ടു കൊടുക്കുന്ന ജോലിയാണല്ലോ. അപ്പോൾ നമുക്ക് തോക്ക് എടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അവിടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് മാത്രം അവിടെ തോക്ക് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളൂ. ആ സമയത്തൊക്കെ പഠിപ്പിച്ച് തന്നിരുന്നു എല്ലാ അമ്യൂണിഷൻസൊക്കെ യൂസ് ചെയ്യാനൊക്കെ? ആ സമയത്ത് അവർ കാണിച്ചു തന്നിരുന്നു. ഒരു റൗണ്ട് ലോഡ് ചെയ്യുക, ഫയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തന്നിരുന്നു. പിന്നെ ആ സമയത്ത് നമുക്കൊരു കൗതുകം ഉണ്ടാവില്ല ഇത് കാണുന്ന സമയത്ത്. അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു, അല്ലാതെ വേറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഈ സാധനം നമുക്കൊരു ഭാരമായിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 കിലോളം വെയിറ്റ് ഈ തോക്കിന് തന്നെ വരുമായിരുന്നു. ഇനി മാഗസീനൊക്കെ ആകുമ്പോൾ ഒരു 10 കിലോളം വെയിറ്റ് ഈ സാധനത്തിന് തന്നെ വരുമായിരുന്നു. അപ്പോൾ നമുക്കിത് കൊണ്ട് നടക്കുന്നതും ഒരു
ഭാരമായി. ഇതിൻ്റെ ഈ വെയിറ്റിൻ്റെ ഒപ്പം തന്നെയായിരുന്നു ഇതും കൊണ്ട് നടക്കുന്നത്. അവസാനം നമ്മളത് ഉപയോഗിക്കാതെയായി, അത് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. തോക്ക് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഭാഗമായില്ലേ ജീവിതത്തിലെ ഈ സംഭവങ്ങളൊക്കെ? ഒന്നും മറക്കാൻ പറ്റാത്തൊരവസ്ഥ, എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയാൽ മതി അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എംബസിയും ഒക്കെ സഹായിച്ച കാരണം കൊണ്ട് തിരിച്ചെത്താൻ പറ്റി, കുഴപ്പമില്ലാതെ തിരിച്ചെത്തി. പരിക്ക് പറ്റിയത് ഒരു കാര്യം നോക്കി എനിക്ക് നല്ലത് തന്നെയായിരുന്നു തോന്നി. പരിക്ക് പറ്റിയ കാരണം കൊണ്ടല്ല മോസ്കോയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അവരെ ഇപ്പോഴും മോസ്കോയിലേക്ക് എത്തിക്കില്ല. അതിങ്ങനത്തെ ഒരു പരിക്ക് പറ്റിയ കാരണം കൊണ്ട് മാത്രമാണ്, ഇത്ര സീരിയസ് ആയ കാരണം കൊണ്ട് മാത്രമാണ് മോസ്കോ വരെ എത്തിയത്. അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞു വിടും. അപ്പോൾ മോസ്കോ എത്തിയ കാരണം കൊണ്ട് മാത്രം, ഈ പരിക്ക് പറ്റിയ കാരണം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റി. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതീക്ഷ ഉണ്ടായിരുന്നോ നാട്ടിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ? അവിടെ ആയിരുന്ന സമയത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ രണ്ടുപേരുടെയും പ്രതീക്ഷ ഫുള്ള് അസ്തമിച്ച് പോയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ മോസ്കോ എത്തിക്കഴിഞ്ഞു, പിന്നെ എംബസിയിൽ നിന്ന് ആൾക്കാർ കാണാൻ വന്ന്, ആ സമയത്തും ചെറിയൊരു പ്രതീക്ഷ വന്ന് തുടങ്ങിയായിരുന്നു എങ്ങനെയെങ്കിലും നാട്ടിലെത്താൻ പറ്റുമെന്ന്. പക്ഷെ അവസാനമായപ്പോൾ അവർ തിരിച്ച് ക്യാമ്പിലേക്ക് പോകാൻ പറഞ്ഞപ്പോഴേക്കും ആകെ നമ്മുടെ പ്രതീക്ഷ മൊത്തം കൈവിട്ടു പോയി. ആ സമയത്ത് ഫുള്ള് നമ്മൾ മീഡിയക്കാരനെ എല്ലാവരെയും ഇൻഫോം ചെയ്തെങ്കിലും അപ്പോഴും നമുക്കിങ്ങനെ ഒരു റിലീസിങ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആർമിക്കാർ കുറച്ച് റിസ്ക് എടുത്തിട്ട്, എംബസിക്കാർ ഒരു റിസ്ക് എടുത്തു. അതിൻ്റെ റിസ്കിൻ്റെ പേരിലായിരുന്നു നമ്മളിപ്പോൾ തിരിച്ചെത്താൻ പറ്റിയത്. പിന്നെ അവിടെ നിന്ന് എയർപോർട്ടിൽ ഇമിഗ്രേഷൻ്റെ അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാവുമെന്ന് അവർ ഇൻഫോം ചെയ്തിരുന്നു. കുറച്ച് നേരം അവർ വെയിറ്റ് ചെയ്യിച്ചെങ്കിലും, കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഒരു 3 മണിക്കൂറോളം അവർ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ കടന്നു പോരാൻ പറ്റി. നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കുഴപ്പമില്ലാത്ത കാരണം കൊണ്ട് കടന്നു പോരാൻ പറ്റി. അങ്ങനെ ദുബായിലേക്ക് അവർ ഫസ്റ്റത്തെ ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് എവിടേക്കാണോ ഉള്ളത് അവിടേക്കുള്ള ടിക്കറ്റ് അവർ ബുക്ക് ചെയ്ത് തരിക ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിൽ വന്നിട്ട് ഇറങ്ങി അവിടുന്ന് കൊച്ചിയിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടാവും അല്ലേ ഈ ഒരു തിരിച്ചു വരാനുള്ള യാത്രയിലൊക്കെ? ഒരുപാട് പേര് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും ആരാന്ന് പോലും അറിയാത്ത ആൾക്കാർ തോളത്ത് കൈയിട്ടിട്ടായിരുന്നു നമ്മളതിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് സഹായിച്ച കാരണം കൊണ്ടായിരുന്നു. പിന്നെ ഈ മലയാളി അസോസിയേഷൻ ആണെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ലാത്തപ്പോൾ അവർ വന്നിട്ടായിരുന്നു സിമ്മും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കാണാൻ അവർ ഒരു 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. എംബസിയിൽ നിന്ന് ഒരാൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, 2-3 പ്രാവശ്യം അവരും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ സഹായിച്ച കാരണം കൊണ്ടാണ്. പിന്നെ ഇവിടുത്തെ മീഡിയയുടെ ആൾക്കാരും നമ്മുടെ MLA MP ആൾക്കാരും ഫുൾ ടൈം ഇടയ്ക്കിടയ്ക്ക് എംബസീനെ കോണ്ടാക്ട് ചെയ്യും. ആര് നമ്മളെ പോയാലും അവർ എംബസീനെ കോണ്ടാക്ട് ചെയ്യും, അവരുടെ റിപ്ലൈ നമുക്ക് അയച്ചു തരും. അപ്പോൾ അവരും കൂടി കാര്യമായിട്ട് നമ്മളെ ഇവരുടെ എംബസീനെ പ്രഷർ ചെയ്ത കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. അല്ലാതെ അവർ റിസ്ക് എടുത്തിട്ട് നമ്മളതിനെ എത്തിക്കില്ലല്ലോ. എല്ലാവരും കൂടി സഹായിച്ചു, നമുക്ക് ഭാഗ്യം കിട്ടി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നേ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അതിനേക്കാളും വലിയൊരു വിഷമമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പോയത് 2 ആളായിട്ടായിരുന്നു ഇവിടുന്ന് പോയിണ്ടായിരുന്നത്. ആ കുട്ടിയുടെ മുഖം കാണാൻ പോലും ആ ചേട്ടനൊന്നും പറ്റിയില്ല. അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പുള്ളിയുടെ, അതിന് പറ്റിയില്ല. ക്യാഷും കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെത്തിയാൽ മതി, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ പെങ്ങളുടെ മുഖം കണ്ടപ്പോൾ ആകെ വിഷമമായിപ്പോയി. കുട്ടീനെ കണ്ടപ്പോൾ, കുട്ടീനെ ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ലല്ലോ പുള്ളി. അതൊക്കെ കണ്ടപ്പോൾ ആകെ വിഷമമായി പുള്ളിയുടെ. ഇനിയിപ്പോൾ പരിക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ പഴയൊരു ജൈനാവാം അല്ലേ? അങ്ങനെ ആവണം, അല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് പരിക്ക് മാറി ഇനി ഇവിടെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിലൊന്ന് ട്രീറ്റ്മെൻറ്റിന് നോക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയും അളിയൻ്റെ ബോഡി ഒന്ന് തിരിച്ചെത്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ഒരു സമാധാനമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബോഡിയെങ്കിലെത്തി എന്നൊന്ന് പറയാൻ പറ്റുമല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കിട്ടിയ. അതുപോലെ തന്നെ സന്ദീപിൻ്റെ ഒരു കാര്യവും ഒരു വിഷമമായിട്ടുണ്ടാവില്ല മനസ്സിൽ. സന്ദീപിൻ്റെ ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നൊരവസ്ഥയായിരുന്നു. പക്ഷെ സന്ദീപിൻ്റെ ബോഡി ഇവിടേക്ക് തിരിച്ചെത്തിയായിരുന്നു. വീട്ടുകാർക്ക് അങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിക്കാൻ പറ്റുമായിരുന്നു. ബോഡിയെങ്കിലെത്തി. സന്ദീപിൻ്റെ ബോഡി മരിച്ചിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴേക്ക് എത്തിയായിരുന്നു. ഇതിപ്പോൾ മരിച്ചിട്ടൊരു 3.5 മാസമായിട്ടും ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അവിടെ നിന്ന് റിക്കവറി ആയിട്ട് പോലും ഉണ്ടോ എന്ന് അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. ബോഡി ഒന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടോ, അവർ ശ്രമിക്കാം എന്ന് തന്നെയാണ് അവരിപ്പോഴും പറയുന്നത്. അവർ കിട്ടണവരെ ശ്രമിച്ചുകൊണ്ടിരിക്കും, അല്ലാതെ ഉപേക്ഷിച്ച് പോവില്ല എന്ന് തന്നെയാണ് എംബസി അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അവരെന്നാണ് കിട്ടണത് അതുവരെ അവരെ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കും. റിക്വസ്റ്റ് അയച്ചാൽ ഇവർ റിപ്ലൈ കൊടുക്കണില്ല. പക്ഷെ അവർ പിന്നെയും അയക്കാം എന്ന് തന്നെയാണ് അവരിപ്പം പറയണത്. സഹായിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഉറപ്പുണ്ട് അവരെന്തായാലും സഹായിക്കുമെന്ന്. അവർക്ക് പറ്റണത് അവർ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അവർക്ക്
ഒന്നും ചെയ്യുക, അവർ നിസ്സഹായ അവസ്ഥയിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അവസാനമായിട്ട് ഈ ഹോസ്പിറ്റലൊക്കെ കിടക്കുമ്പോൾ വീട്ടുകാരായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റിയിരുന്നോ അല്ലേ? പറ്റിയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അച്ഛനമ്മയോടൊക്കെ സംസാരിച്ചപ്പോൾ എന്താ തോന്നിയിരുന്നത്? അപ്പോൾ ആ സമയത്തായപ്പോഴും കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് പറഞ്ഞത് അപകടം പറ്റിയത് ചില സമയത്ത് തോന്നുന്നു നന്നായതായിട്ടായിരുന്നു തോന്നുന്നു. അപകടം പറ്റിയ കാരണം കൊണ്ടാണ് ഇത് മൊത്തം നടന്നത്. രക്ഷപ്പെടാൻ പറ്റിയത് അപകടം പറ്റിയ കാരണമാണ്. വീട്ടുകാരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയതും അപകടം കാണാൻ പറ്റിയ കാരണം കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, എന്നിപ്പോൾ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പരിക്കൊക്കെ മാറി പഴയൊരു ജെയിനായിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.